he's there somewhere അല്ലേ? അപ്പം എന്തായാലും ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. So next I would like to invite ഒരു ഹിറ്റുകളുടെ പ്രൊഡ്യൂസർ, ആക്ടർ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പം വിജയ് ബാബു സാറിനെയാണ് അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരെയും വളരെയധികം എൻ്റർടൈൻ ചെയ്യുന്ന, വെറൈറ്റികൾ തേടി പോകുന്ന ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അപ്പോൾ സർ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഫിലിം? നമസ്കാരം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള ആൾക്ക് നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ, വണ്ടർഫുൾ ക്രൂ, വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ്, അപ്പോൾ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും. എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ. അപ്പോൾ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലേ. എല്ലാ ദിവസവും കഥ പറയും, എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, നമ്മുടെ മലയാള സിനിമ ഇപ്പം 90s ആണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന്. കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് 2024 1000 കോടി വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ്. മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നീഷായിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിൾ വരെ എഴുതി. സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ മലയാളം സിനിമ. അത് മാത്രമല്ല, കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച്, ഞാൻ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് OTT ഉണ്ടായപ്പം പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം. അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ. പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ OTTയെയും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന, തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം. നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം. അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഇപ്പം ഇത് കാണുമ്പോൾ, ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ, ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് അല്ല, ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും. ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ല കണ്ടന്റ് ഉണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ്. അതിൻ്റെ കൂടെ ഹൊററാണ്. നമ്മൾ കണ്ടതാണ്. ഇപ്പം രോമാഞ്ചമാണെങ്കിലും, അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള, പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന, പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജിനെയും ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. മുരളി ചേട്ടൻ ഓൾസോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. സർ, എ സ്മോൾ ക്വസ്റ്റ്യൻ ടു യു. സോ ഇവിടെ അഭിചേട്ടൻ കുറേ കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വെറൈറ്റി തേടി പോകുന്ന സർ, ഇതിൽ നിന്ന് ഏത് കഥ ചൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്? അല്ല, ഞാൻ പറഞ്ഞത് അത് പല പല കാരണങ്ങൾ കൊണ്ട്. അഭിലാഷ് ആദ്യമായിട്ട് പറഞ്ഞ കഥ തന്നെ അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് നടക്കാറ്. ചിലപ്പോൾ അതിൽ അതിൻ്റെ കോസ്റ്റ് ഒത്തു വന്നിട്ടില്ല, അതിൻ്റെ കാസ്റ്റ് ഒത്തു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിന്നെ ചെയ്യാം. അങ്ങനെ അഭിലാഷ് വേറെ കഥകളിലേക്ക് പോകുന്നു, അത് ശരിയാവുന്നു. അതൊരു ആ മിക്സ് ശരിയാവാത്തതിൻ്റെയാണ്. അത് ഉടനെ ഉണ്ടാവും. ഞങ്ങൾ അത്രയും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ വർഷം തന്നെ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. അപ്പം എന്തായാലും ഈ വർഷം തന്നെ വെയിറ്റിംഗ് ഫോർ ദാറ്റ് സൂപ്പർ ഹിറ്റ്. ഇനി അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെള്ളം മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള പ്രതീഷ് സാറിനെയാണ്. സർ, കുഡ് യു പ്ലീസ് ജോയിൻ us? എല്ലാവർക്കും നമസ്കാരം. വളരെ ഗംഭീരമായ ഈ സദസ്സിൽ വെച്ച് മനോഹരമായ ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം. പിന്നെ ഞാൻ കാരണം പ്രൊഡ്യൂസറായ ഒരു മനുഷ്യനാണ്. പുള്ളി എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഫുൾ ക്രൂവിനും എൻ്റെ ആശംസകൾ. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരുപാട് വട്ടം, കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത്, കുട്ടിക്കാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൗമാരപ്രായത്തിന് ശേഷം മാത്രം
ഒരുപാട് വട്ടം പോയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സുമതി വളവ്. അതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ മുരളീട്ടൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ഒരു കൗതുകമുണ്ടായിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായും കൗതുകമുണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ഗംഭീര സിനിമയായിരിക്കും. രണ്ട് കൈ കൊണ്ടും എഴുതുന്ന അല്ലേ ഒരാളാണ് എൻ്റെ റൈറ്റർ, അതുപോലെ തന്നെ മിടുക്കനായ ഡയറക്ടർ വിഷ്ണു. എല്ലാവർക്കും ഈ ഫുൾ ടീമിനും എൻ്റെ ആശംസകൾ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പി രാഗേഷ് സാറിനെ. സർ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഈ സുമതി വളവ് എന്ന് ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രത്ത് അടുത്തുള്ള നെടുമങ്ങാട് അടുത്തുള്ള സ്ഥലമാണ്. ഞാനിവിടെ പോയിട്ടുണ്ട്. എനിക്കറിയാം, ആളുകൾ ഇങ്ങനെ ഒരുപാട് ഭീതിയോടെ പറയുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും മുരളി ഈ സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ടതിൽ വലിയ സന്തോഷം. ഈ പേരിൽ മുരളിയുടെ ആദ്യത്തെ സിനിമ തന്നെ അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. റിസ്ക് ഉള്ള ഒരു സിനിമ ചെയ്യാനായിട്ടാണ് അന്ന് അദ്ദേഹം വന്നത്. അതുപോലെ തന്നെ ഈ സിനിമയും നല്ല സക്സസ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷ്ണുവിനും അഭിലാഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി ഫിലിം ചേംബറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അനിൽ തോമസ് സാറിനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്.